ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് GST പാർട്ട് 38 ആണ്. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി വരുന്ന എല്ലാ പ്രധാനപ്പെട്ട വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നോക്കുക, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റീകൺസിലിയേഷൻ, GSTR 3B ആൻഡ് GSTR 2A. ഫൈനാൻഷ്യൽ ഇയർ 19-20 ഈ മാർച്ച് 2020 എൻഡ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇയറിലെ GST റീകൺസിലിയേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആവശ്യകതയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു മാർച്ചിൽ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പിന്നെ ഓഫീസ് തുടങ്ങിയതൊക്കെ വളരെ ലേറ്റ് ആയിട്ടായിരിക്കാം. പല ഏരിയകളിലും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അതുപോലെ തന്നെ CAയുടെ ഓഫീസിൽ പോലും വളരെ എല്ലാ സ്ഥലത്തും ഭയങ്കര റഷാണ്. കാരണം അവിടെ വരുന്ന സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവാണ്. ലോക്ക്ഡൗൺ പല ഏരിയയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ എല്ലാ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും അക്കൗണ്ടന്റ്മാരും ഒക്കെ ഈ 19-20 മാർച്ച് 20 എൻഡ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇയർ 19-20 GST അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഓവറോൾ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യുന്നതിൻ്റെയും അതേപോലെ തന്നെ ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റീകൺസിൽ ചെയ്യുന്നതിൻ്റെയും തിരക്കിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഇങ്ങനെ ഒരു ചാർട്ട് ഇത് റീകൺസിൽ ചെയ്ത് ഒപ്പിക്കുന്നതിനുള്ള, അത് റീകൺസിൽ ചെയ്ത് അതിന്റെ ഡിഫറൻസ് കാണുന്നതിനുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് ചാർട്ട് ഉണ്ടോ എന്നുള്ളത്. ഇത് എൻ്റെ രീതിയിൽ ഞാൻ തയ്യാറാക്കിയ ഒരു ചാർട്ടാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് അതിന് മുകളിൽ വരുത്താം. കാരണം ഇതിൻ്റെ അകത്ത് വരാത്ത ഇതൊരു എക്സലിൽ ഒരു ചാർട്ടാക്കിയിട്ട് ഒരു ഫോർമുല കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട രീതിയിലുള്ള എക്സ്ട്രാ കോളങ്ങൾ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ വേണ്ടാത്ത കോളങ്ങളിൽ നിങ്ങൾക്ക് 0 കൊടുത്തുകൊണ്ട്, കാരണം ഇക്വേഷൻ കൊടുക്കുമ്പോഴേക്ക് അവിടെ ഒരു 4 കോളം ഉണ്ടായാലും കുഴപ്പമില്ല. അതേസമയം വേണ്ട ഏതെങ്കിലും കോളങ്ങൾ ആഡ് ചെയ്യുകയും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഒരു ചാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ റീകൺസിലേഷൻ പൂർത്തിയാക്കാം. ഇവിടെ നോക്കുക, ITC ആസ് പെർ GSTR 3B ഫൈനാൻഷ്യൽ ഇയർ 19-20 എന്ന എമൗണ്ടിൽ നിന്ന് എവിടത്തേക്ക് എത്തുകയാണ് നമ്മൾ? ITC ആസ് പെർ GSTR 2A ഫൈനാൻഷ്യൽ ഇയർ 19-20. അതായത് ഫൈനാൻഷ്യൽ ഇയർ 19-20 ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള ITC ആയിരിക്കാം നിങ്ങൾ GSTR 3B പ്രകാരം എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ടോട്ടൽ ITCയും GSTR 3Bയിലെ ടോട്ടൽ ITCയും തമ്മിൽ ഒന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ അതേപോലെ തന്നെ 3Bയിലെയും ITC ഏതിനോട് നമ്മൾ കമ്പയർ ചെയ്യാണ്? GSTR 2Aയിൽ വന്ന ITCയോട്, ആ ടോട്ടലിനോട് കമ്പയർ ചെയ്യുകയാണ്, റീകൺസിൽ ചെയ്യുകയാണ്. വ്യത്യാസമുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ വ്യത്യാസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഫസ്റ്റ് നമ്മൾ വളരെ മുമ്പ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്ത ആ ഒരു സ്റ്റൈലിലാണ് ഈ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ 3Bയിൽ, അതായത് ടോട്ടൽ ആനുവൽ ആയിട്ട് ഈ ഫിനാൻഷ്യൽ ഇയർ 3B പ്രകാരം നമ്മൾ എത്ര CGST ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്, SGST ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്, IGST ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ വെക്കുക. അതിന്റെ ഒരു മന്ത്ലി സമ്മറി നോട്ട്സ് എന്ന രീതിയിൽ തയ്യാറാക്കി വെക്കുക. അതിൻ്റെ അകത്ത് ലെസ് RCM ITC അവൈലബിൾ. നിങ്ങൾക്കറിയാം GSTR 3Bയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? RCMന്റെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ ITC ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ അത് എവിടെ ഉണ്ടാവില്ല? 2Aയുടെ ടോട്ടലിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഡിഫറൻസിനുള്ള ഒരു കാരണം ഇതായിരിക്കാം. RCM ITC നമ്മൾ അവൈൽ ചെയ്തതും 3Bയിൽ അവൈൽ ചെയ്തതും അതേസമയം GSTR 2Aയുടെ ടോട്ടൽ വരാതിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ആ 3Bയിൽ നിന്ന് നമ്മൾ RCM ITC അവൈൽഡ് എന്നുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ആ RCMന്റെ ഒരു നോട്ട് തയ്യാറാക്കി വെക്കുക. ആ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ട് തയ്യാറാക്കി വെക്കുക. അതിൻ്റെ അകത്ത് വീണ്ടും ലെസ് ITC ഫോർ ഫൈനാൻഷ്യൽ ഇയർ 18-19 ക്ലെയിംഡ് ഇൻ GSTR 3B ബട്ട് ഫയൽഡ് ഇൻ 2019-20. ഇനി എന്തുകൂടി ലെസ് ചെയ്യണം? ഇനി ഇത് 17-18 പോലെയൊന്നുമല്ല. ഇതിപ്പം 18-19 19-20 എന്താണ്? പഴയ കൊല്ലങ്ങളിലെ ITC പുതിയ കൊല്ലങ്ങളിൽ എടുക്കുന്ന ഒരു രീതി വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ 19-20 എന്ത് സംഭവിക്കാം? ITC 18-19 നിങ്ങൾ 19-20 GSTR 3Bയിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ITC 3Bയിലേത് കൂടി കാണാം. അങ്ങനെയാണെങ്കിൽ അതും കൂടി ലെസ് ചെയ്യണം. കാരണം അത് എവിടെ ബാധിക്കുന്നില്ല? GSTR 2Aയിൽ ബാധിക്കുന്നില്ല. അത് ഓൾറെഡി ചിലപ്പോൾ വന്നു കഴിഞ്ഞതായിരിക്കാം. നിങ്ങൾ ഇപ്പോഴെടുക്കുന്ന
എടുക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ അതിൻ്റെ അകത്ത് ലെസ് ചെയ്ത് കാണിക്കണം. ഇനി അതിനുശേഷം ആഡ് ITC റിവേഴ്സൽ ഫോർ ഫൈനാൻഷ്യൽ ഇയർ 1890 റിവേഴ്സ്ഡ് ഇൻ GSTR 3B ഫയൽഡ് ഇൻ 1920. ഇനി അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇയർ 19-20 എന്തുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ITC റിവേഴ്സൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ കൊല്ലത്തെ ഒരു റിവേഴ്സ് ചെയ്യേണ്ട ITC ഈ 19-20 ഫൈനാൻഷ്യൽ ഇയറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യണം. കാരണം അത് എവിടെ എഫക്ട് ചെയ്തിട്ടുണ്ടാവില്ല, 2A എഫക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അതിനോട് ആഡ് ചെയ്യണം. അതും അതുപോലെ തന്നെ നോട്ട് വളരെ വ്യക്തമായിട്ട് വെക്കണം. ലെസ് ചെയ്ത ITC ക്ലെയിം ചെയ്ത ആ ഫിഗറിന്റെ നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. അതേപോലെ തന്നെ ITC റിവേഴ്സ് ചെയ്തതിന്റെ നോട്ട്സും തയ്യാറാക്കി വെക്കണം. ഇനി നെക്സ്റ്റ് നോക്കുക, ആഡ് ITC ഇൻ GSTR 2A ബട്ട് ITC ക്ലെയിംഡ് ഇൻ GSTR 3B ഇൻ ഫിനാൻഷ്യൽ ഇയർ 2021. ഇനി അതേപോലെ തന്നെ നോക്കുക, GSTR 2A ചില ITCകൾ കയറി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഫൈനാൻഷ്യൽ ഇയറിൽ ക്ലെയിം ചെയ്തതില്ല, 19-20 ക്ലെയിം ചെയ്തതില്ല. എപ്പോഴാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്? റണ്ണിങ് ഇയറിൽ. ഫൈനാൻഷ്യൽ ഇയർ 20-20 20-21 ക്ലെയിം ചെയ്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇതിനോട് ആഡ് ചെയ്യണം. കാരണം എന്തുണ്ട്, 2A ആ ITC വന്നിട്ടുണ്ട്, നമ്മുടെ 3B വന്നിട്ടില്ലായിരുന്നു. നമ്മൾ എടുത്തിരിക്കുന്നത് പുതിയ കൊല്ലത്താണ്, നമ്മൾ റീകൺസിൽ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇതിനോട് ആഡ് ചെയ്തിട്ട് അതും ഒരു നോട്ട് തയ്യാറാക്കിയിട്ട് വെക്കണം. ഇനി നോക്കുക, അടുത്തത് ITC ആഡ് ITC ഇൻ GSTR 2A ബട്ട് ഇൻഎലിജിബിൾ ITC ഫോർ ഫൈനാൻഷ്യൽ ഇയർ 19-20. ഇനി അതേപോലെ തന്നെ 2A വന്നിട്ടുണ്ട് ITC, പക്ഷെ എന്താണ്, ഇൻഎലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, 3B ക്ലെയിം ചെയ്തിട്ടുണ്ടാവില്ല. അതും ഡിഫറൻസിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ റീകൺസിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ITC ഇൻഎലിജിബിൾ ITC എന്ന് പറയുന്നതും ഇതിനോട് ആഡ് ചെയ്ത് കാണിക്കണം. നോട്ട് 6 എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു ചാർട്ടാക്കിയിട്ട് വർക്കിംഗ് നോട്ടാക്കിയിട്ട് വെക്കുകയും വേണം. ഇനി ലെസ് ITC ക്ലെയിംഡ് ഇൻ GSTR 3B ബട്ട് നോട്ട് ഇൻ GSTR 2A ഇൻ ഫൈനാൻഷ്യൽ ഇയർ 1920. ഇനി നോക്കുക, ഒരുപാട് മിസ്റ്റേക്ക് വരുന്നത് ഈ ഏരിയയിലായിരിക്കാം. നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ITC ക്ലെയിംഡ് ഇൻ GSTR 3B. നമ്മുടെ GSTR 3B നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതിലില്ല, GSTR 2A ഫൈനാൻഷ്യൽ ഇയർ 19-20 GSTR 2A വന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇത് ഫൈനാൻഷ്യൽ ഇയർ 19-20 സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫിഗർ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഏപ്രിൽ ടു സെപ്റ്റംബർ വരെ നമ്മൾ പ്രൊവിഷണൽ ബേസിസിലാണ് ITC ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പീരീഡിലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഓപ്പോസിറ്റ് സപ്ലയർ ഫയൽ ചെയ്യും എന്നുള്ള ധാരണയിൽ, ഫ്യൂച്ചറിൽ സബ്സിക്വന്റ് മന്തിൽ ഫയൽ ചെയ്യും എന്നുള്ള ധാരണയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അതേസമയം ഇപ്പോഴും എൻഡിൽ ആ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടും എന്ത് ആയിട്ടില്ല, GSTR 2A ആ ഫിഗർ കയറി വന്നിട്ടില്ല. അപ്പോഴെന്ത് ചെയ്യണം, GSTR 3B നമ്മൾ എക്സ്ട്രാ ക്ലെയിം ചെയ്ത് പോയിട്ടുണ്ട്, എവിടെയില്ല, 2A വന്നിട്ടില്ല. അതുകൊണ്ട് ലെസ് ചെയ്ത് കാണിക്കണം. ഈ 3 കോളത്തിലും ഉള്ള ഫിഗർ അത് നോട്ട് 7 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ വർക്കിംഗ് നോട്ട് ഭംഗിയായിട്ട് ചെയ്തു വെക്കണം. ഇനി ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് ആഡ് ഓർ ലെസ് എന്നുള്ള ഒരു കോളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി അതർ അഡ്ജസ്റ്റ്മെന്റ്സ്, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കോളത്തിലൊന്നും വരാത്ത ഏതെങ്കിലും കാരണത്താൽ ഇതിൽ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ, അതായത് നിങ്ങളുടെ 3B GSTR 2A തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ ആഡ് അതർ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണോ ആ അഡ്ജസ്റ്റ്മെന്റ് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക, എമൗണ്ട് ഇവിടെ കൊടുക്കുക. അത് നോട്ട് 8 എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കിംഗ് നോട്ട് ഉണ്ടാക്കണം. അതേസമയം ലെസ് ചെയ്യേണ്ടതാണ്, ലെസ് ചെയ്താലാണ് നിങ്ങൾ 2A എത്തുക. ആ ഡിഫറൻസ് ഡിഡക്ട് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ലെസ് എന്ന് എഴുതിയിട്ട് ആ അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ആ ഫിഗർ ഇവിടെ കൊടുത്തിട്ട് അത് നമ്പർ 8 എന്ന് പറഞ്ഞ് വർക്കിംഗ് നോട്ട് ഉണ്ടാക്കിയിട്ട് റീകൺസിൽ ചെയ്യണം. അങ്ങനെ ഇത്തരം റീകൺസിലേഷൻ ചെയ്യുമ്പോൾ അതിന് ഒന്നിൽ കൂടുതൽ കോളങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ആഡ് ചെയ്യാനുണ്ട്, ഈ പറഞ്ഞ കോളത്തിലല്ലാതെ ആഡ് ചെയ്യാൻ ഒരു കോളം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്തിട്ടും, ലെസ് ചെയ്യാൻ വീണ്ടും ഒരു കോളം വരുന്നുണ്ടെങ്കിൽ ലെസ് ചെയ്തിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ITC as per GSTR 2A ഫൈനാൻഷ്യൽ ഇയർ 19-20 എന്ന ഫിഗറിലേക്ക് എത്തണം. അപ്പോൾ ഈ ഫിഗർ നമ്മൾ GSTR 3B തുടങ്ങിയിട്ട് എവിടെ എത്തിയാണ്, GSTR 2A എത്തിയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ 2A 3B എത്തിക്കുന്ന രീതിയിലും ചെയ്യാം. നമ്മൾ മുമ്പ് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് സൈഡിലേക്ക്. പക്ഷെ ഈ ഫിഗറൊക്കെ ആഡ് ചെയ്ത് ലെസ് ചെയ്തത് ആഡ് ചെയ്യും, ആ രീതിയിൽ മറിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, എക്സൽ ഉണ്ടാക്കാം, ഫോർമുല കൊടുക്കാം. അപ്പോൾ ആ ഇക്വേഷൻ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഫിഗർ കൊടുക്കുമ്പോൾ തന്നെ ആഡ് ചെയ്തിട്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ചാർട്ട് തയ്യാറായി കിട്ടും. അപ്പോൾ ഇത്തരം ഈ റീകൺസിലേഷൻ ചാർട്ട് സെപ്റ്റംബറിൽ തന്നെ ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം
സെപ്റ്റംബറിൽ പ്രത്യേകിച്ചിട്ട് ലോക്ക്ഡൌണിന്റെ സമയത്ത് നിങ്ങൾക്കറിയാം ITC അതിനു മുമ്പ് വരെ ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് റൂൾ 36 സബ് റൂൾ 4 എന്ന് പറഞ്ഞ ഒരു റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 100% പ്ലസ് 10% എക്സ്ട്രാ എടുക്കുന്ന രീതിയിലുള്ള റൂള്. അത് ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഫെബ്രുവരി ടു ഓഗസ്റ്റ് വരെ ഒരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് മുമ്പ് എടുക്കുന്ന പോലെ തന്നെ പ്രൊവിഷണൽ ബേസിസിൽ ക്ലെയിം ചെയ്യാം എന്നുള്ള ഒരു റിലാക്സേഷൻ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം, സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ചെയ്യുമ്പം കുമുലേറ്റീവ് എഫക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 100 പ്ലസ് 10% ക്ലെയിം ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ തിരിച്ചെത്തണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സെപ്റ്റംബർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഫെബ്രുവരി ഓൺവേർഡ്സ് നിങ്ങൾ പ്രൊവിഷണൽ ബേസിലാണ്, അതായത് GST 2A ഒന്നും വലിയ കെയർ കൊടുക്കാതെ നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കം പ്രമാണിച്ചിട്ട് നിങ്ങൾ 2A ഒന്നും കെയർ ചെയ്യാതെ പ്രൊവിഷണൽ ബേസിലാണ് GST ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ പോലെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ കുമുലേറ്റീവ് ഇഫക്റ്റിൽ ഇവിടെ തന്നെ, അതായത് 100 പ്ലസ് 10% എന്ന രീതിയിൽ റൂള് 36 സബ് റൂൾ 4 അനുസരിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു സമയപരിധി കൂടിയാണ് സെപ്റ്റംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സെപ്റ്റംബറിലെ ഈ റീകൺസിലേഷൻ പരിപാടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറക്കാതെ നിങ്ങൾ ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് GST സൈറ്റിൽ നമ്മൾ ഈ രണ്ട് ഫിഗറും കണ്ടെത്തുന്നതിന് കമ്പാരിസൺ ഓഫ് ലയബിലിറ്റി ഡിക്ലെയർഡ് ആൻഡ് ITC ക്ലെയിംഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. 3Bയിൽ നിങ്ങൾ എത്രയാണ് ടോട്ടൽ ക്ലെയിം ചെയ്തിരിക്കുന്നത്, ആ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ 2Aയിൽ എത്രയാണ് ITC വന്നിരിക്കുന്നത്, ആ രീതിയിലുള്ള കമ്പാരിസൺ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് GST സൈറ്റിൽ തന്നെയുണ്ട്. അത് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ടോട്ടലും കിട്ടി. ഇനി ഡിഫറൻസ് വരുന്നതാണെങ്കിൽ ഈ ഏതെല്ലാം കാരണത്താലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, അങ്ങനെ കോളങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ ആ എമൗണ്ട് ഇടുന്നതിനൊപ്പം തന്നെ, കാരണം ഒന്നിലധികം ഫിഗർ വന്നിട്ടായിരിക്കാം ഈ ടോട്ടൽ വന്നിരിക്കുക, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വർക്കിംഗ് നോട്ട് കൊടുത്തുകൊണ്ട് വേണം ത്രൂ ഔട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പിന്നീടുള്ള സമയങ്ങൾ. കാരണം റീകൺസിലിയേഷന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് ഇപ്പോഴും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം മുമ്പ് പറയുമ്പോൾ അതത്ര പ്രധാനപ്പെട്ട കാര്യമാണോ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ആനുവൽ റിട്ടേൺ തന്നെ അതിൻ്റെ അകത്ത് ഫിഗർ വരുന്ന ഓട്ടോ പോപ്പുലേറ്റ് ഫിഗർ എടുത്ത് കൊണ്ട് തന്നെ ഫയൽ ചെയ്തിട്ട് വളരെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ ഫിഗറും ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഓരോ ടാബ് ഞെക്കുമ്പോഴും സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പമാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഫയൽ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ അതിലൊരു പക്ക വർക്കിംഗ് നോട്ട് വരെ വെക്കാതെ ഫയൽ ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും സത്യത്തിൽ അവർ നക്ഷത്രം ഉണ്ടെയാണ്. ഇനിയൊരിക്കൽ ഇത് ഈ 2Aയും 3Bയും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്ത് സാഹസം ചെയ്തിട്ടും എന്ത് കഠിനാധ്വാനം ചെയ്തിട്ടും അവിടെ പക്ക റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എടുത്തു വെക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമ്മൾ സെപ്റ്റംബറിനെ കുറിച്ച് പറഞ്ഞു. ഇനി നോക്കുക, സെപ്റ്റംബർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫൈനാൻഷ്യൽ ഇയർ 2019-20 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത്, സെപ്റ്റംബർ വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 3 ടൈപ്പിൽ ITCയുടെ ഒരു പീരീഡ് വരുന്നുണ്ട്. 3 തരത്തിലുള്ള ITC പീരീഡ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടു സെപ്റ്റംബർ 2019 വരെ പ്രൊവിഷണൽ ബേസിലാണ് അധികം ആൾക്കാരും ITC ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ITC 2Aയിൽ വന്നത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് ആൾക്കാർ പറയുമ്പോഴും അപ്പോഴുള്ള ആ ഒരു സാമ്പത്തിക ഞെരുക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് സപ്ലയർ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും അപ് ടു സെപ്റ്റംബർ വരെ പ്രൊവിഷണൽ ബേസിൽ തന്നെ അധികം ആൾക്കാരും ITC ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് GST ഡിപ്പാർട്ട്മെന്റ് അത് മനസ്സിലാക്കിയിട്ട് റൂൾ 36 സബ് റൂൾ 4 എന്ന് പറഞ്ഞിട്ടൊരു റൂൾ കൊണ്ടുവന്നു. അത് അന്നേരം എലിജിബിൾ ITC പ്ലസ് എലിജിബിൾ ITCയുടെ 20% ക്ലെയിം ചെയ്യുക എന്നുള്ളതായിരുന്നു റൂള്. അത് ഒക്ടോബർ ടു ഡിസംബർ വരെ ഉണ്ടായിരുന്നു ഈ 20% റൂള്. അതിനുശേഷം ജനുവരി ഓൺവേർഡ്സ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ട് പോകുന്നത് 10% ആണ് ക്യാപ്പിംഗ് റൂൾ എന്ന് പറഞ്ഞിട്ട്. അതായത് എലിജിബിൾ ITC പ്ലസ് 10% ഓഫ് എലിജിബിൾ ITC എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴും റൂൾ പോകുന്നത്. അപ്പോൾ അപ് ടു മാർച്ച് വരെ ആ ഫൈനാൻഷ്യൽ ഇയറിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ 10% റൂളാണ്. ഒക്ടോബർ നവംബർ ഡിസംബർ 20% ആണ്. ഏപ്രിൽ ടു സെപ്റ്റംബർ പ്രൊവിഷണൽ ബേസിലാണ്. അപ്പോൾ പല റൂളുകൾ കയറി മറിഞ്ഞു പോയ ITC ക്ലെയിം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം കയറി മറിഞ്ഞു പോയ ഒരു ഫൈനാൻഷ്യൽ ഇയർ ആണ് 19-20. അപ്പോൾ നിങ്ങളുടെ റീകൺസിലേഷനും അതുപോലെ തന്നെ ടഫ് ആയിരിക്കും. കാരണം ഈ പ്രൊവിഷണൽ ബേസിലൊക്കെ ചെയ്ത ഏതെങ്കിലും പാർട്ടി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിഫറൻസിനുള്ള ലെറ്റർ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരാം.
ഇപ്പോഴും 17-18 ഫൈനാൻഷ്യൽ 17-18 ഫൈനാൻഷ്യൽ 18-19 ഏറ്റവും കൂടുതൽ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലെറ്റർ വന്നിരിക്കുന്നത്, ചോദ്യം വന്നിരിക്കുന്നത്, നിങ്ങൾ GSTR 3B GSTR 2A കാണുന്നതിനേക്കാൾ കൂടുതൽ ഇൻപുട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നു, കാരണം എന്താണ് എന്ന് റീകൺസിൽ ചെയ്തിട്ട് ഉത്തരം പറയുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കണക്കായിട്ടുള്ള എമൗണ്ട് തിരിച്ചടക്കുക, നിങ്ങൾ എക്സസ് ആണ് ഇൻപുട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത് തിരിച്ചടക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ട ഒരു പ്രോബ്ലം നിങ്ങളുടെ മുന്നിൽ വരും. കാരണം ഏപ്രിൽ ടു സെപ്റ്റംബർ എന്തായാലും പ്രൊവിഷണൽ ബേസിലാണ് പോയിരിക്കുന്നത്. അതിനുശേഷമാണ് ഒരു കറക്റ്റ് ട്രാക്കിംഗ്, ഒക്ടോബർ ടു മാർച്ചാണ് ഒരു ട്രാക്കിംഗ്. ഈ റൂൾ 36 വന്നേരം, റൂൾ 36 സബ് റൂൾ വന്നേരമാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് എല്ലാ ടാക്സ് പേയേഴ്സും ബോധവാന്മാരായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് ഒരു പക്ക ഒരു ട്രാക്കിംഗ് ടാക്സ് പേയേഴ്സിന്റെ ഇടയ്ക്ക് ഇൻപുട്ടിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പുള്ള മാസങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ ഇൻപുട്ട് ബില്ലുള്ള കാരണത്താൽ ക്ലെയിം ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ പിന്നെയുള്ള സാമ്പത്തിക പ്രശ്നത്താൽ അത് തിരിച്ചടച്ചിട്ടില്ല ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് റീകൺസിലേഷൻ ചാർട്ട് ആക്കിയിട്ട് ആരെങ്കിലും ഫോളോ ചെയ്ത് അവരെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിക്കാനുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് സെപ്റ്റംബറിൽ തന്നെ അത് ചെയ്യിച്ചിട്ട് സെപ്റ്റംബറിലെ റിട്ടേൺ ഒക്ടോബർ 20 ഫയൽ ചെയ്യുമ്പോൾ അത് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ള അവസാന സമയപരിധി എന്ന് പറയുന്നത് സെപ്റ്റംബറിലെ റിട്ടേൺ ഒക്ടോബർ ഫയൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ആനുവൽ റിട്ടേൺ എപ്പോഴാണോ ഫയൽ ചെയ്യുന്നത്, ഈ രണ്ടിലും ഏതാണോ ആദ്യം നടക്കുന്നത് അതാണ് നിങ്ങൾക്കുള്ള സമയപരിധി. പക്ഷെ അധികപക്ഷം സെപ്റ്റംബറിലെ റിട്ടേൺ ഒക്ടോബർ 20 ഫയൽ ചെയ്യുന്നതായിരിക്കും ആദ്യം നടക്കാൻ ചാൻസ്. അപ്പോഴും നിങ്ങൾക്ക് ITC അല്ലെങ്കിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് സമയപരിധി എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഒക്ടോബർ 20 ചെയ്യുന്ന സമയമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ലിമിറ്റഡ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. മറക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ ക്ലയൻസിനെ വിളിച്ചുകൊണ്ട് ഫയൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് ഫയൽ ചെയ്യിച്ചിട്ട് ആ ഇൻപുട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എക്സസ് ITC ക്ലെയിം ചെയ്യുന്ന റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ബെറ്റർ സമയം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ITC ഏതുമായിട്ട് റെഗുലറൈസ് ചെയ്ത് പോകും, നിങ്ങളുടെ GSTR 2A ഏകദേശം പാരലായിട്ട് തന്നെ പോകും. അങ്ങനെയാണെങ്കിൽ അത് പക്ക ഒരുപോലെ ആയെങ്കിൽ നിങ്ങൾക്ക് ഏത് വരാൻ ചാൻസ് ഇല്ല, GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലെറ്റർ ഒന്നും വരില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ സെപ്റ്റംബർ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൂടി സെപ്റ്റംബറിലുണ്ട്. കുമുലേറ്റീവ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ITC അപ് ടു 10% ഓഫ് ദ എലിജിബിൾ ITC ഫോർ ഫെബ്രുവരി 2020 ടു ഓഗസ്റ്റ് 2020. അത് ഇങ്ങനെയുള്ള ഫെബ്രുവരി ടു ഓഗസ്റ്റിലാണ് റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നത്, ലോക്ക്ഡൌൺ പീരീഡ് ആയതുകൊണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ്സ് ഹാവ് ടു ബി മെയ്ഡ് ഇൻ സെപ്റ്റംബർ 2020 GSTR 3B. സെപ്റ്റംബറിലെ 2020 സെപ്റ്റംബറിലെ റിട്ടേൺ GSTR 3B ഒക്ടോബർ 20 ഫയൽ ചെയ്യുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ്, കുമുലേറ്റീവ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്തിരിക്കണം. അതും കൂടി റിമൈൻഡ് ചെയ്യാണ്. ഫൈനാൻഷ്യൽ ഇയർ 19-20 സംബന്ധിച്ചിടത്തോളം ഈ 3 രീതിയിലുള്ള ITC ക്ലെയിമിംഗ് നടന്നിട്ടുണ്ട് എന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി റീകൺസിലിയേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൂടി ഇവിടെ പറയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് വർക്ക്. എവറി ബിസിനസ് ഷുഡ് നോട്ട് മിസ്ഡ് ഔട്ട് അറ്റ് എനി കോസ്റ്റ്. ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ബിസിനസ്സുകാരൻ്റെ എടുക്കുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മിസ്സാകാൻ പറ്റാത്ത ഒരു കാര്യമാണ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. അതായത് GSTR 3B GSTR 2A ഫൈനാൻഷ്യൽ ഇയർ 19-20 കഴിഞ്ഞു. ഇനിയിപ്പം 20-21 കടക്കുമ്പോഴേക്ക് GST ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുകയാണ്. ഒരുപാട് ചേഞ്ചസ്, അഡ്വാൻസ്മെന്റ് മെഷർമെന്റ് GST സൈറ്റിൽ ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഓട്ടോ പോപ്പുലേറ്റ് GSTR 2B വന്നു, ഓട്ടോ പോപ്പുലേറ്റ് GSTR 3B വന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്മെന്റ് മെഷർമെന്റുകൾ അല്ലെങ്കിൽ സൈറ്റിലുള്ള ഹെൽപ്പുകൾ നിങ്ങൾക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് റീകൺസിലേഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്യുക. ഇനി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഈ റീകൺസിലേഷൻ മിസ്സാവരുത്. ഈ റീകൺസിലേഷൻ ഇയർലി ചെയ്യണം എന്നല്ല പറയുന്നത്. ഫൈനാൻഷ്യൽ ഇയർ 19-20 കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ഇയർലി ചെയ്തിട്ട് വല്ല കറക്ഷൻസ്, കാരണം കഴിഞ്ഞ വർഷങ്ങളിലും ഈ 3 തരത്തിലുള്ള ഈ ഇൻപുട്ട് ക്ലെയിമിങ്ങും കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ എൻഡിൽ കുറെ തെറ്റുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ എക്സ്ട്രാ കൂടുതൽ എടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനൊക്കെയുള്ള സമയമായിട്ട് ഈ സെപ്റ്റംബറിലെ റീകൺസിലേഷൻ പരിഗണിക്കുക. അതേസമയം ഇനി വരുന്ന മാസങ്ങളിൽ ഈ GST തന്നിരിക്കുന്ന അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഓട്ടോ പോപ്പുലേറ്റ് GSTR 2B ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മന്ത്ലി GST റിട്ടേൺ റീകൺസിൽ ചെയ്യുന്നതാണെങ്കിൽ ഈ 2Bയും നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് തമ്മിൽ കറക്റ്റ് ആയിരിക്കും. കാരണം സ്റ്റാറ്റിക് ആണ് GSTR 2B എന്ന് പറയുന്നത്. GSTR 2A പോലെ ഫ്ലക്ച്വേറ്റിംഗ് അല്ല, എവറി ടൈം ചേഞ്ചിങ് അല്ല. ഫ്യൂച്ചറിലുള്ള ടാക്സ് പേരുടെ ആക്ഷൻ ഒരിക്കലും
GSTR 2B ചേഞ്ച് ചെയ്യിക്കുന്നില്ല. അതേസമയം ഏതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു? GSTR 2A ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2B പക്ക ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള 2B ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ 3Bയിൽ ക്ലെയിം ചെയ്ത ഇൻപുട്ടിനെ എപ്പോഴും റീകൺസിൽ ചെയ്യുക. അങ്ങനെ മന്ത്ലി റീകൺസിൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്ന്, യു ക്യാൻ ക്ലെയിം ഓൾ എലിജിബിൾ ഇൻപുട്ട്, അതായത് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള യോഗ്യതയുള്ള എല്ലാ ഇൻപുട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം ₹1 ക്ലെയിം ചെയ്യാൻ നിങ്ങൾ ₹1 ക്ലെയിം ചെയ്യുക തന്നെ വേണം. കാരണം ₹1 സേവ് ചെയ്യുന്നത് ₹1 പുതുതായി ജനറേറ്റ് ചെയ്തതിന് തുല്യമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സമ്മർദ്ദഘട്ടത്തിൽ അല്ലെങ്കിൽ കുറെ ഫിനാൻഷ്യലി വളരെ ടൈറ്റിൽ ഈ കാലഘട്ടത്തിൽ ₹1 പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാനുള്ള എല്ലാ ITC നിങ്ങൾ ക്ലെയിം ചെയ്യണം. അതേപോലെ തന്നെ ഏതിനും കൂടി ഹെൽപ്പ് ചെയ്യും, റിവേഴ്സ് എനി എക്സസ് ഇൻപുട്ട് ക്ലെയിംഡ്. അതേപോലെ തന്നെ അറിയാതെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻപുട്ടുകൾ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിവേഴ്സ് ചെയ്ത് തിരിച്ച് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ടൈമാണ് മന്ത്ലി റീകൺസിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഫ് യു ആർ ഡൂയിങ് reconciliation process properly, you can avoid demand notice from GST ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ നിങ്ങൾ പക്ക മന്ത്ലി GST റീകൺസിലേഷൻ ചെയ്യുന്നതാണെങ്കിൽ, അതിനുള്ള വർക്കിംഗ് നോട്ട് തയ്യാറാക്കി വെക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരിക്കലും GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡിമാൻഡ് നോട്ടീസുകൾ വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. കാരണം ഈ സാഹചര്യങ്ങളിൽ റീകൺസിലിയേഷൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ GST സൈറ്റിൽ വന്നിരിക്കുന്ന എല്ലാ അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ മാതൃകകളും സ്വീകരിച്ചുകൊണ്ട് മന്ത്ലി റീകൺസിലിയേഷൻ ചെയ്യുക. GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും കൊറിയോ അല്ലെങ്കിൽ ഡിമാൻഡ് നോട്ടീസോ വരുന്നതിൽ നിന്ന് വിട്ടുവെക്കുക. അത് തലവേദന ഇല്ലാതെ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.